നമസ്കാരം. ഇങ്ങനൊരു ലൈവ് വരാനുള്ള കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴൊക്കെ ആരോഗ്യ പ്രവർത്തകർ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന അവയർനെസ് നൽകുവാനായിട്ട് ആശാ വർക്കേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നാൽ ആ, പലരും തുറന്നു പറയുവാൻ സാധിക്കാത്ത ചില രോഗങ്ങളുണ്ട്. ചിലപ്പോൾ അവർക്ക് ഷെയിം തോന്നാം, അല്ലെങ്കിൽ പുറമേ മറ്റുള്ളവരോട് പറയുവാനുള്ള ലജ്ജ കാണാം. അപ്പൊ അങ്ങനെയുള്ള ചില രോഗങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് സുരക്ഷാ പ്രോജക്റ്റാണ്. അതായത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലൈംഗിക ആരോഗ്യ പദ്ധതിയാണ് സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈംഗിക രോഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ 2-3 വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, പലർക്കും ഇതൊരു ലജ്ജയായിട്ട് തോന്നാം. പക്ഷേ ഞങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ചയ്ക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് STI അല്ലെങ്കിൽ എന്താണ് ലൈംഗിക രോഗങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടില് ധാരാളം, നമുക്കറിയാം, നമ്മുടെ ഓഫീസിൽ തന്നെ ലൈംഗിക രോഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ STIയുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ വരികയും ടെസ്റ്റിങ്ങിൽ കൂടെ അവർക്ക് VDRL അല്ലെങ്കിൽ STI അതൊക്കെ പോസിറ്റീവ് ആണെന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ലൈംഗിക രോഗങ്ങൾ എന്ന് വെച്ചാൽ? ലൈംഗിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് ഒരു അംബ്രല്ല മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ലൈംഗിക രോഗങ്ങളുണ്ട്. സിഫിലിസ് പോലുള്ള അസുഖങ്ങൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. പിന്നെ വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ള അസുഖങ്ങളുമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ ഏർപ്പെടുന്നത്, അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഏർപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്ന ഒന്നിലധികം സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാർക്ക് അവർ പ്രീകോഷൻസും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്യാതെയാണ് സെക്ഷൽ പ്രാക്ടീസിൽ ഏർപ്പെടുന്നതെങ്കിൽ അവർക്ക് ലൈംഗിക രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ലൈംഗിക രോഗങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്? കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രോഗം വന്നാൽ അതിന് കുറെ സിംറ്റംസ് ഉണ്ടാകും. നമുക്ക് ലക്ഷണങ്ങൾ കണ്ട് നമുക്ക് ഇന്ന രോഗമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ലൈംഗിക രോഗങ്ങൾ ഒരു വ്യക്തിക്ക് വന്നാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? പ്രധാനമായിട്ടും കുറച്ച് കോമൺ ലക്ഷണങ്ങളുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ സിഫിലിസ് പോലുള്ള കേസുകളിലാണെങ്കിൽ, അവസ്ഥകളിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് അത് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, എന്താ പറയേണ്ടത്, ഈ സിംറ്റംസ് ഒക്കെ വന്നാൽ പോലും, ഇപ്പോൾ സിഫിലിസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അത് നമ്മുടെ ആ ഒരു ജനൈറ്റൽ ഏരിയയിലൊക്കെ ചെറിയ രീതിയിൽ പുണ്ണൊക്കെ വരുന്ന ഒരു അസുഖമാണ്. പക്ഷെ വേദനയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുരുക്കൾ പോലെയൊക്കെ വരുന്ന അസുഖമാണ്. പക്ഷെ എന്താണ്, അവരത് കൊണ്ട് തന്നെ നടക്കുവാണ്. പ്രത്യേകിച്ച് അവരതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എങ്കിലും പ്രധാനമായിട്ടുള്ള ചില കോമൺ ലക്ഷണങ്ങളുണ്ട്. ഈ പുരുഷന്മാരുടെ ഇടയിലാണെങ്കിൽ ഈ അവരുടെ തന്നെ ഈ മണി വീക്ക് അല്ലെങ്കിൽ കഴല വീക്കോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അടിവയറ്റിലുണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന, അതുപോലെ തന്നെ ഈ മൂത്രനാളിയിൽ നിന്നോ അല്ലെങ്കിൽ വജൈനൽ ഏരിയയിൽ നിന്നോ ഈ പഴുപ്പ് അല്ലെങ്കിൽ രക്തം അങ്ങനെ പോലുള്ള പീരീഡ്സ് അല്ലാത്ത ഉണ്ടാകുന്ന പഴുപ്പോ കളർ മാറിപ്പോകുന്ന ഈ വെള്ളപ്പോക്കൊക്കെ കളർ മാറിപ്പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ജനൈറ്റൽ ഏരിയയിൽ കുരുക്കൾ ഉണ്ടാകുന്നത്, ചൊറിച്ചില്, അവിടെ പുണ്ണ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ അതൊക്കെ ലൈംഗിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ചില ലൈംഗിക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല. ട്രീറ്റ്മെൻറ്റ് വൈകും. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് പുറമേ നിന്നുള്ള വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പല ആൾക്കാരും ലേറ്റായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് തോന്നാം, ഇവരെന്താണ് ഇതുവരെയും കേൾക്കാത്ത
ചില സബ്ജക്റ്റുമായിട്ട് ഇവർ വന്നിരിക്കുന്നത്. കാരണം ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ, ലൈംഗികത എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അത് ഷെയിമായിട്ട് തോന്നാറുണ്ട്. കാരണം ആ വാക്ക് പോലും കേൾക്കുമ്പോൾ തന്നെ അവർ മുഖം മാറ്റി കളയുകയും മാറി നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സുരക്ഷാ പദ്ധതിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെന്ന് പറയുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലൈംഗിക ആരോഗ്യ പദ്ധതിയാണ്. അപ്പോൾ ഇവര് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലൈംഗിക ആരോഗ്യ പദ്ധതി. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, HIV-യും STയും തമ്മിൽ എന്താണ് ബന്ധം? ഈ HIV എന്ന് പറയുന്നത് ഒരു STI ആണ്. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പക്ഷേ HIV നമുക്കൊരു ലൈംഗിക രോഗത്തിൽ നിന്നപ്പുറത്തേക്ക് ഈ ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല HIV പകരുന്നത്. HIV പകരുന്ന മറ്റു വഴികളിലൂടെയുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അമ്മ HIV പോസിറ്റീവ് ആണെങ്കിൽ ഡെലിവറി ടൈമിൽ കുഞ്ഞിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻജക്റ്റിംഗ് ഡ്രഗ് യൂസേഴ്സ്, അവർക്കിടയിൽ അവരുടെ ഷെയറിങ് നീഡിൽസ് ആണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഒരാൾ ഉപയോഗിച്ച് നീഡിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരാൾ HIV പോസിറ്റീവ് ആണെങ്കിൽ ആ സിറിഞ്ച് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും HIV വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ അംഗീകൃതമല്ലാത്ത രക്തബാങ്കുകളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നത് വഴിയും HIV വരാനുള്ള സാധ്യതയുണ്ട്. ആൾ HIV പോസിറ്റീവ് ആണെങ്കിൽ ഈ രക്തം സ്വീകരിക്കുന്ന ആൾക്കും രക്തം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ HIV ഒരു ലൈംഗിക രോഗം കൂടിയാണ്. പക്ഷെ എന്താ പറയേണ്ടത്, ഇതൊരു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല HIV പകരുന്നത്, മറ്റ് രീതികൾ വഴിയും HIV ഈ പറഞ്ഞ മൊത്തം 4 കാരണങ്ങളാണ് വരുന്നത്. മറ്റുള്ള 3 കാരണങ്ങൾ വഴിയും HIV പകരാം. അപ്പോൾ സാധാരണ നമുക്കറിയാം, ഒരു STI വന്ന വ്യക്തികൾ അല്ലെങ്കിൽ ലൈംഗിക രോഗം വന്ന വ്യക്തിക്ക് HIV വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? HIV വന്ന ആൾക്ക് ലൈംഗിക രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നീട് അതൊരു HIV എന്നൊരു വൈറൽ ഇൻഫെക്ഷനിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HIV-ക്ക് പിന്നെ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? HIV-ക്ക് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. HIV-ക്ക് മെഡിസിൻ ഉണ്ട്, ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്നാണ് പറയുന്നത്. എന്നാൽ എയ്ഡ്സ് എന്ന കണ്ടീഷന്, HIV-യും എയ്ഡ്സും രണ്ടാണ്. നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ HIV-ക്ക് മെഡിസിൻ ഉണ്ട്. HIV-ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂറബിൾ മെഡിസിൻ അല്ല. നമ്മൾ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ HTNO പോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് ഒക്കെ അത് മെഡിക്കേഷൻ എടുക്കേണ്ട കണ്ടീഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വൈറൽ ലോഡ്, നമ്മുടെ ശരീരത്തിലെ വൈറസ് സപ്രസ് ചെയ്ത് വൈറൽ ലോഡ് കുറച്ചുകൊണ്ട് നമുക്ക് എത്ര കാലം വരെ ജീവിക്കാൻ പറ്റും അത്രയും വരെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എയ്ഡ്സ് എന്നൊരു കണ്ടീഷനിലോട്ട് എത്തുകയും എയ്ഡ്സിന് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളൊന്നുമില്ല, അടുത്തതൊരു മരണത്തിലോട്ട് നയിക്കുകയും ചെയ്യും. പലപ്പോഴും ഞാൻ പറയട്ടെ, പല രോഗങ്ങൾ വരുമ്പോഴും നമ്മുടെ ജനങ്ങൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ചെയ്യുവാനോ അവർ മടി കാണിക്കാറില്ല. കാരണം ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റിങ്ങുകളും അങ്ങനെയുള്ള എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഈ HIV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമുക്കിപ്പോൾ തന്നെ അറിയാം, നമുക്ക് HIV വീടുകളിലെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ ഫീൽഡിലൊക്കെ പോയി ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ, HIV എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഉള്ളവർ പോലും അവർ എന്ത് ചെയ്യുന്നു, HIV ടെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു HIV ടെസ്റ്റിങ്ങിനായിട്ട് ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം, പലരും ഹോസ്പിറ്റലിൽ പോയി HIV ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതായത് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർക്ക് HIV ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് HIV ആണ് എന്ന് നമ്മുടെ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടും എന്ന് കരുതിയിട്ട് പലരും HIV ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഈ ഒരു സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പീപ്പിളിനായാലും അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിഷ്യറീസിനായാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? അല്ല, അതിനകത്ത് ഇപ്പോൾ സ്റ്റിഗ്മ, മനുഷ്യ അല്ലെങ്കിൽ പേടി മനുഷ്യ സഹജമാണ്. അത് നമുക്കൊരിക്കലും മനുഷ്യരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് HIV ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ഷുഗർ ടെസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും, BP-യുടെ ടെസ്റ്റിംഗ് ആണെങ്കിലും, കൊളസ്ട്രോളിന്റെ ഒക്കെ ടെസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ടും ആൾക്കാർ വരും. പക്ഷേ HIV ടെസ്റ്റ് ആൾക്കാർ ഒരിക്കലും തനിക്ക് ഈ കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അസുഖം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലോട്ട് നമ്മുടെ സൊസൈറ്റി ഇന്നും എത്തിയിട്ടില്ല. അതിനുള്ള മെയിൻ കാരണം സ്റ്റിഗ്മ തന്നെയാണ്. അപ്പോൾ സ്റ്റിഗ്മ മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. മാക്സിമം HIV ടെസ്റ്റിങ്ങിനായിട്ട് ആൾക്കാരിലോട്ട് HIV ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് വില്ലിങ് ആക്കാനായിട്ട് അവർക്ക് അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നതാണ് നമുക്കിത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ പ്രീകോഷൻസ് ആണ് HIV വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇൻ കേസ് HIV വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ HIV വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്പാൻ ഉണ്ട്, എത്രത്തോളം ഉണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ മെഡിസിനോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ലൈഫ് മുന്നോട്ട് അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എയ്ഡ്സ് എന്നൊരു കണ്ടീഷനിലോട്ട് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ഹെൽത്ത് തന്നെ ഒത്തിരി മറിയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, ചിലപ്പോൾ 5 വർഷം 10 വർഷം ഒക്കെ എടുക്കാം. ആദ്യം തന്നെ ഇപ്പോൾ HIV വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും വിസിബിൾ ആവണമെന്നില്ല. അതൊരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എയ്ഡ്സ് എന്നൊരു കണ്ടീഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ഇമ്മ്യൂൺ പവർ കുറയ്ക്കുകയാണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഒരു രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എയ്ഡ്സ് എന്നൊരു കണ്ടീഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും കാലം നമുക്ക് ഇപ്പോൾ HIV ഉണ്ടെങ്കിൽ പോലും ട്രീറ്റ്മെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ കേരളത്തിലാണെങ്കിൽ ICTC ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ, അതുവഴി സൗജന്യമായിട്ട് HIV പരിശോധനകൾ ചെയ്യാം. പിന്നെ ഹൈ റിസ്ക് HIV ഇപ്പോൾ വരാനുള്ള എക്സ്പോഷറോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലുള്ള ആൾക്കാർക്ക് സുരക്ഷാ പ്രൊജക്റ്റിൽ വഴി HIV ഫ്രീ ആയിട്ട് HIV ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് ഈ HIV ടെസ്റ്റ് ചെയ്യുന്നത്? HIV ടെസ്റ്റ് മാത്രമാണോ നമ്മുടെ ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അതല്ലാതെ മറ്റ് ടെസ്റ്റിങ്ങുകൾ നമുക്കുണ്ടോ? നമുക്കിപ്പോൾ നിലവിൽ സുരക്ഷാ പ്രൊജക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സിവിലിസിൻ്റെ HIV-യുടെയും സിവിലിസിൻ്റെയും ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിലാണ്. അപ്പോൾ വേറെ നിങ്ങൾ എന്ത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബെനിഫിഷ്യറീസിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും ഈ ഒരു സുരക്ഷാ പ്രോജക്റ്റ് ചെയ്യുന്നത്? വേറെ നമ്മൾ ചെയ്യുന്ന സൗജന്യമായിട്ട് ഇപ്പോൾ ഈ സുരക്ഷാ പ്രൊജക്റ്റിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. HRGസിനെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കുന്നത്. FSWs ഉണ്ട്, ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, MSM പുരുഷന്മാരുമായിട്ടുള്ള ആ ഒരു റിലേഷനിലുള്ള ആൾക്കാർക്ക് സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈഗ്രൻസ്, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ്, IDUs, ഇൻജെക്റ്റിംഗ് ഡ്രഗ് യൂസേഴ്സും ഇവർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂടെ ചോദിക്കട്ടെ, നമ്മുടെ ചില ഷോർട്സിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് HIV എങ്ങനെയാ വരുന്നതെന്നുള്ളത്. അത് ഒരിക്കൽ കൂടെ അതൊന്ന് കേൾക്കാത്ത, ഈ ഷോർട്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് അവർ കേൾക്കട്ടെ. എങ്ങനെയാണ് HIV പകരുന്നത്? അത് നമ്മൾ നേരത്തെ സംസാരിച്ചു, ഈ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് 4 രീതിയിലൂടെയാണ് HIV പകരുന്നത്. ഒന്ന്, HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുമായിട്ട് സുരക്ഷിതമല്ലാത്ത രീതിയിൽ, അത് കോണ്ടംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ സെക്ഷലി കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് HIV വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ, ഡ്രഗ് യൂസേഴ്സിനിടയിൽ ഒന്നിലധികം സൂചി, ഒരാൾ ഉപയോഗിച്ച സൂചി തന്നെ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരാൾ HIV പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും HIV വരാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ, രക്തബാങ്കുകളിൽ നിന്ന്, അംഗീകൃതമല്ലാത്ത രക്തബാങ്കുകളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത് വഴി. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ നടക്കാത്തതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇയാൾ HIV പോസിറ്റീവ് ആണെങ്കിൽ രക്തം സ്വീകരിക്കുന്ന ആൾക്ക് HIV വരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ, പ്രഗ്നൻസി ടൈമിൽ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ ഡെലിവറി ടൈമിൽ കുഞ്ഞിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു വലിയൊരു ടോപ്പിക്കിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ സംസാരിച്ചത്. അതായത് എങ്ങനെയാണ് HIV പകരുന്നത്, HIV എങ്ങനെയാണ് വരുന്നത്, പിന്നെ അത് പോയിട്ട് എന്താണ് ലൈംഗിക രോഗങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, എങ്ങനെയാണ് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ തന്നെ ഓഫീസിൽ തന്നെ നമുക്ക് അതിനുള്ള അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ
കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇനിയും കടന്നു വരും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. അപ്പോൾ നമ്മളത് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി, നിങ്ങൾക്ക് എന്താണോ സംശയം ഈ HIV ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ STIയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറിവ് നൽകുന്നതാണ്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറഞ്ഞത് നമ്മുടെ സുരക്ഷാ പ്രോജക്റ്റിലെ തന്നെ മാനേജർ മിസ് നന്ദിത ലക്ഷ്മിയാണ്. ഈ സമയം നന്ദിത ലക്ഷ്മിക്കും ഒരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതുപോലെ കടന്നു വരികയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണാത്തവരും കൂടെ, കാരണം ഇത് പ്രത്യേകിച്ച് മുൻകൂട്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ലൈവിൽ വരുമെന്ന്. അപ്പോൾ അല്ലാതെ തന്നെ വന്നവരും ഇനി ഈ ലൈവ് കാണുന്നവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇത് കാണുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.